ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ നബീന മുഹമ്മദ്. അമ്മാ ബഅദ്. തൻബീഹിൽ വന്നിട്ടുള്ള ഒരു ചോദ്യം, നമ്മുടെ നാട്ടിൽ മയ്യത്ത് കണ്ടുപോകുന്നവർ, അതുപോലെ മയ്യത്ത് നമസ്കരിച്ചു പോകുന്നവർ, തസ്ബീത്ത് ചൊല്ലി 3 പിടി മണ്ണിട്ട് പോകുന്നവർ എന്നിങ്ങനെ വിവിധ രൂപത്തിൽ കാണാറുണ്ട്. ഇതില് എന്താണ് ഇസ്ലാമികമായ രീതി എന്നുള്ളതാണ് ചോദ്യം. സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഒരാള്, ഒരു സത്യവിശ്വാസി മരണപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ അവിടെ പോകുക, ആ മയ്യത്തിനെ കാണുക, മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ജനാസ പിൻപറ്റുക, അദ്ദേഹത്തിന്റെ മയ്യത്ത് സംസ്കരണം, മയ്യത്ത് കുളിപ്പിക്കുക, അതിലൊക്കെ ആവശ്യമാണ് എങ്കിൽ നമ്മൾ പങ്കെടുക്കുക, സഹായം ചെയ്തു കൊടുക്കുക. അതുപോലെ തന്നെ ആ മയ്യത്തിന്റെ കൂടെ പോകുക, മയ്യത്ത് മറമാടാൻ സഹായം വേണമെങ്കിൽ അത് ചെയ്യുക. ഇതൊക്കെ ചെയ്യേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, ഒരു മനുഷ്യൻ മരണപ്പെട്ട് ആ ജനാസക്ക് കബറടക്കം കഴിയുന്നത് വരെ, നമസ്കാരമൊക്കെ കഴിഞ്ഞ് കബറടക്കം കഴിയുന്നത് വരെ അവനവിടെ ഈമാനോടുകൂടെ അള്ളാന്റെ പ്രതിഫലം മോഹിച്ച് നിൽക്കുകയാണെങ്കിൽ അവന് 2 ഖീറാത്ത് പ്രതിഫലമുണ്ട് എന്നുള്ളതാണ്. സഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി റഹിമഹുല്ല ഈ ഹദീസ് കൊടുക്കുന്നത് ഒരു പ്രത്യേകമായ ഒരു അധ്യായത്തിലാണ്. ആ അധ്യായത്തിന്റെ പേര് ബാബു മനിന്തളറ ഹത്താ തുദ്ഫൻ. ഈ ഇമാം ബുഖാരി കൊടുത്ത ഈ അധ്യായത്തിന്റെ പേര് കേട്ടാൽ തന്നെ നമുക്ക് ഒരാൾ മരണപ്പെട്ടാൽ നമ്മൾ ഏതുവരെ നിൽക്കണം, പെട്ടെന്ന് പോരാൻ പറ്റുമോ, ഏതാണ് ഉത്തമം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. എന്താ ഇമാം ബുഖാരി പറഞ്ഞിട്ടുള്ളത്? ബാബു മനിന്തളറ ഹത്താ തുദ്ഫൻ, അതായത് കബറടക്കം ചെയ്യുന്നത് വരെ അവിടെ സന്നിഹിതനാകുന്നവനുള്ള, അവനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറയുന്ന അധ്യായം എന്നർത്ഥം. എന്നിട്ട് 1325 നമ്പർ വചനമായിട്ട് സഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി റഹിമഹുല്ലാ കൊടുക്കാൻ, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ നിവേദനമാണ്, മൻ ഷഹിദൽ ജനാസത ഹത്താ യുസല്ലിയ ഫലഹു ഖീറാത്ത്. ഒരാള് ഒരു മയ്യത്ത് മരണപ്പെട്ട് ശേഷം മയ്യത്ത് നമസ്കാരം വരെ അവിടെ കാത്തു നിന്നാൽ, അങ്ങനെ നമസ്കരിച്ചിട്ടാണ് അവന് പോകുന്നതെങ്കിൽ ഫലഹു ഖീറാത്തുൻ, അവന് ഒരു ഖീറാത്ത് പ്രതിഫലമുണ്ട്. ഇവിടെ ഹദീസിലെ പ്രയോഗം മൻ ഷഹിദൽ ജനാസത ഹത്താ യുസല്ലിയ എന്നാണ്. എന്ന് പറഞ്ഞാൽ ജനാസ നമസ്കരിക്കുന്നത് വരെ അവിടെ സന്നിഹിതനായാൽ. അപ്പോ ആ ജനാസന്റെ ടൈമിൽ മാത്രം വന്ന് പോകല്ല എന്നർത്ഥം. മനസ്സിലായല്ലോ? വമൻ ഷഹിദ ഹത്താ തുദ്ഫൻ, അങ്ങനെ മയ്യത്ത് നമസ്കാരം കഴിഞ്ഞ് കബറടക്കുന്നത് വരെ അവിടെ നിന്നാലോ, കാന ലഹു ഖീറാത്താൻ, അവന് 2 ഖീറാത്തുകൾ പ്രതിഫലമുണ്ട്. ഖീല, അപ്പോൾ പറയപ്പെട്ടു, വമൽ ഖീറാത്താൻ, എന്താണ് ഖീറാത്തുകൾ? ഖാല മിസുൽ ജബലൈനിൽ അളീമൈൻ, അത് വമ്പിച്ച 2 മലകൾക്ക് തുല്യമത്രേ. ഇതൊക്കെ നബി തങ്ങളുടെ വാക്കുകളാ. ഒരു മനുഷ്യൻ മരണപ്പെട്ടിട്ട് നമ്മളവിടെ പോയി, അങ്ങനെ മയ്യത്ത് നമസ്കാരത്തിന് എടുക്കുമ്പോൾ നമ്മൾ മയ്യത്ത് നമസ്കരിക്കുന്നു, പിന്നീട് അദ്ദേഹത്തിന്റെ കബറടക്കം ചെയ്യുന്നു. അതൊക്കെ കഴിയുന്നത് വരെ നിന്നാൽ 2 വലിയ പർവ്വതങ്ങൾ കണക്കെ പ്രതിഫലം കിട്ടും എന്നാണ് ഈ ഹദീസിൽ പറയുന്നത്. അവര് വിശ്വാസിക്ക് കരണീയമായിട്ടുള്ളത് ഇതാണ് എന്ന് മനസ്സിലാക്കുക. ഇനി ചില ആളുകൾ ഇവിടെ ചോദ്യത്തിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ മയ്യത്ത് നമസ്കാരത്തിന് മാത്രം വരിക, അതുപോലെ തന്നെ കബറടക്കുന്ന സമയത്ത് മാത്രം വരിക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മുഖം കാണിക്കുക, ഇതൊന്നും ശരിയല്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു സംഭവം, റസൂലുള്ളാഹിന്റെ ഒരു സംഭവം സഹീഹ് മുസ്ലിമില് 920 നമ്പർ വന്നിട്ടുണ്ട്. അതെന്താണെന്നറിയങ്ങള്? അതായത് ഉമ്മി സലമത്ത് റളിയല്ലാഹു അൻഹാ കാലത്ത് ദഖല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ അബീ സലമ, അബൂ സലമ വിയോഗം പ്രാപിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂല് വന്നു ഉമ്മു സലമ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യാൻ, വഖദ് ശക്ക ബസറുഹു ഫഅഗ്മലഹു,
ആ അബൂസലമ റളിയല്ലാഹുവിന്റെ കണ്ണുകൾ ഇങ്ങനെ തുറന്നു കിടക്കുന്നുണ്ട്. റസൂൽ അങ്ങനെ കടന്നു വന്നു. അപ്പൊ അത് ഉടനെ മൂടിയെന്ന. അപ്പൊ ഒരാൾ മരിച്ചു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ എന്ത് ചെയ്യണം? എത്രയും പെട്ടെന്ന് അവിടുന്ന് പോയി ആ മയ്യത്തിനെ കാണുക എന്നത് ഈ ഹദീസിൽ നിന്ന് കിട്ടും. കാരണം റസൂലുള്ള മയ്യത്ത് നമസ്കാരത്തിന്റെ സമയത്ത് മാത്രമല്ല വന്നത്, നേരത്തെ വന്ന് ഈ മയ്യത്ത് കണ്ടു. എന്നിട്ട് ആ കണ്ണ് തുറന്നു കണ്ടപ്പോൾ എന്ത് ചെയ്തു? റസൂൽ അത് അടച്ചു. എന്നിട്ട് പിന്നെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ദൈർഘ്യം പറയുന്നുകൂടി ഞാൻ ചുരുക്കി പറയാം. അതായത് ഒരാള് അള്ളാഹുവിന്റെ മലായിക്കത്തുകള് അവന്റെ റൂഹെടുത്തു കഴിഞ്ഞാൽ ആ ആത്മാവിനെ അവന്റെ കണ്ണും പിന്തുടരുമെന്നാണ്. ഇത് കേട്ടപ്പോ അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ ആളുകള് നിലവിളിച്ചു എന്നുള്ളതാണ്. അപ്പൊ റസൂൽ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ നിലവിളിക്കരുത്, നിങ്ങൾ നന്മ മാത്രം പറയുക. കാരണം മലായിക്കത്തുകൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് ആമീൻ പറയുന്നുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് അള്ളാന്റെ റസൂൽ പ്രാർത്ഥിച്ചു. കണ്ടോ, മയ്യത്തിന്റെ അടുത്ത് പോയിട്ട് അള്ളാന്റെ റസൂൽ പ്രാർത്ഥിച്ചു. ഇത് മയ്യത്ത് നമസ്കാരത്തിന് മുമ്പാണ്. എന്താ പ്രാർത്ഥിക്കുന്നത്? അല്ലാഹുമ്മ ഗ്ഫിർ ലി അബീ സലമത വർഫഅ ദറജതഹു ഫിൽ മഹ്ദിയീൻ വഖ്ലുഫ്ഹു ഫീ അഖബിഹി ഫിൽ ഗാബിരീൻ വഗ്ഫിർ ലനാ വലഹു യാ റബ്ബൽ ആലമീൻ വഫ്സഹ് ലഹു ഫീ ഖബരിഹി വനവ്വിർ ലഹു ഫീഹി. അല്ലാഹുവേ, അബൂ സലമക്ക് നീ പുറത്തു കൊടുക്കണേ, അദ്ദേഹത്തിന്റെ ദറജ നീ സന്മാർഗം പ്രാപിച്ച ആളുകളുടെ കൂട്ടത്തിൽ ഉയർത്തേണമേ, അദ്ദേഹത്തിന്റെ കാലശേഷം അദ്ദേഹത്തിന് പകരമായിട്ട് നല്ല ആളുകളെ നീ പകരം നിശ്ചയിക്കണമേ. വഗ്ഫിർ ലനാ വലഹു യാ റബ്ബൽ ആലമീൻ, സർവ്വലോകങ്ങളുടെയും രക്ഷിതാവേ, ഞങ്ങൾക്കും അദ്ദേഹത്തിന് നീ പുറത്തു തരണേ. വഫ്സഹു ലഹു ഫീ ഖബരിഹി, അദ്ദേഹത്തിന്റെ ഖബർ നീ വിശാലമായി കൊടുക്കണേ. വനവ്വിർ ലഹു ഫീഹി, അദ്ദേഹത്തിന്റെ ഖബർ പ്രകാശം ഉള്ളതാക്കി തീർക്കണമേ. ഇതാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോ ഇതിന്നൊക്കെ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? നേരത്തെ പോവുക, മയ്യത്തിനൊക്കെ കണ്ട് ഇങ്ങനെ മയ്യത്തിന്റെ അടുത്ത് ഈ പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിക്കുക. അവിടെ ലി അബീ സലമ എന്നുള്ളടത്ത് ഇപ്പൊ ഇബ്രാഹിം എന്ന് പറഞ്ഞ ആളാണ് മരണപ്പെട്ടെങ്കിൽ അല്ലാഹുമ്മ ഗ്ഫിർ ലി ഇബ്രാഹിം എന്ന് പറയുക. മനസ്സിലായല്ലോ? അപ്പോ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യാവസാനം. പിന്നെ നിരവധി ഹദീസുകൾ വന്നിട്ടുണ്ട്. ഹക്കുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ, മുസ്ലിങ്ങൾ പരസ്പരം തമ്മിലുള്ള ബാധ്യതകള് 6 എന്ന്. അതിൽ കാണാം, രോഗിയായാൽ അവനെ സന്ദർശിക്കണം. വൈദാ മാത ഫത്തബിഉഹു, മരണപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ ജനാസയെ നീ പിൻപറ്റണം എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുകയാണ് സഹോദരങ്ങളെ. അപ്പോ ഈ രൂപത്തിൽ എന്ത് ചെയ്യാം? നമ്മള് ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ പരമാവധി നമ്മൾ എന്ത് ചെയ്യുക? നേരത്തെ പോവുക. എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പങ്കെടുത്ത് അള്ളാഹുവിന്റെ പരമാവധി പ്രതിഫലം കരസ്ഥമാക്കാൻ ആത്മാർത്ഥമായിട്ട് അവിടെ നിൽക്കുക, ആവശ്യമുള്ള സഹായങ്ങൾ ചെയ്യുക. ഇതൊക്കെയാണ് വേണ്ടത്. അതല്ലാതെ ഇന്നിപ്പോ എല്ലാവർക്കും തിരക്ക് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ കുറച്ച് മാത്രം അവിടെ ഭാഗവാക്കാകുന്ന ഒരു രീതി, അത് ശരിയല്ല. നമ്മൾ എന്ത് ചെയ്യണം? സമയം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കണം എന്നാണ് ഉണർത്തുവാനുള്ളത്. അല്ലാഹു തആല നന്മകൾ വർദ്ധിപ്പിക്കുവാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. വസ്സല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.